children, I am Ladha Shaji. Welcome back to my channel LKL Star Max Class. ഇനി നമ്മൾ എക്സസൈസ് 5.3 11th sum ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. See, if the sum of first n terms of an AP is 4n minus n square. കണ്ടോ, ഫസ്റ്റ് n ടേംസിൻ്റെ സം തന്നിട്ടുണ്ട്. what is that? 4n minus n square. Then what is the first term that is S1? അതായത് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക. ഫസ്റ്റ് ടേമിന് തന്നെ എന്തെന്നാണ് പറയുന്നത്? സം ഓഫ് 1 എന്ന് പറയുന്നുണ്ട് കേട്ടോ, 1 നമ്പർ. ദെൻ വാട്ട് ഇസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 2 ടേംസ്? ഇനി അടുത്ത 2 ടേംസ് തമ്മിലുള്ള സം നമ്മൾ കണ്ടെത്തണം. ദെൻ വാട്ട് ഇസ് ദ സെക്കൻഡ് ടേം എന്താണെന്ന് കണ്ടെത്തണം. അപ്പോൾ ആദ്യത്തെ 2 ടേം തമ്മിലുള്ള സം കണ്ടെത്തുക. ദെൻ അത് കൂടാണ്ട് എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് ടേം ഏതാണെന്ന് കണ്ടെത്തണം. സിമിലർലി ഫൈൻഡ് തേർഡ് ആൻഡ് 10th. കണ്ടോ, അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ കണ്ടെത്തേണ്ടത്? തേർഡ് ടേം കണ്ടെത്തണം, 10th ടേം കണ്ടെത്തണം ആൻഡ് nth ടേംസ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ കാണുമ്പം വല്ലാത്തൊരിത് തോന്നുന്നത് എങ്ങനെ ചെയ്യുന്നത്, പക്ഷേ അത്രയും ഭയപ്പെടാനൊന്നുമില്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യം നമുക്ക് തന്നിരിക്കുന്നതൊക്കെ നമ്മൾക്കിവിടെ എടുത്തെഴുതാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ്. സോ നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താ തന്നിട്ടുള്ളത്? SN എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് അല്ലേ. SN ഈക്വൽ ടു എന്താ തന്നിരിക്കുന്നത്? 4n മൈനസ് n സ്ക്വയർ. ഇത് മാത്രമാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താ കണ്ടുപിടിക്കേണ്ടത്? സം ഓഫ് 2 ടേംസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടെത്തണം. പിന്നെ ഇതിനേക്കാളും മുന്നേ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? എ കണ്ടുപിടിക്കാൻ പറ്റേണ്ടത്, അതായത് S1 അല്ലേ. എ എന്ന് പറഞ്ഞാലും S1 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയായിരിക്കും നമുക്ക് വരുന്നത്. ക്ലിയർ? ഇനി നമുക്കപ്പോൾ എന്താണ്? S2 കാണാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ എന്ത് കാണണം? A2 അല്ലേ, സെക്കൻഡ് ടേം പറഞ്ഞിട്ടുണ്ട്. ദെൻ A3 പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? A10 10th ടേം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫൈനലി വന്നിട്ട് ഏതാ പറഞ്ഞിട്ടുള്ളത്? nth ടേം അല്ലേ പറഞ്ഞു. ഒരു മിനിറ്റ് കേട്ടോ, നോക്കട്ടെ എല്ലാ ക്വസ്റ്റ്യനിൽ. അതെ, nth ടേമാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ nth ടേമും കൂടി നമുക്കിവിടെ കണ്ടുപിടിക്കാനുണ്ട്. കണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് കണ്ടെത്താൻ തന്നിട്ടുള്ളത്. നമ്മുടെ തന്നിട്ടുള്ളത് ഇത് മാത്രമാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ടെന്ന് കരുതുക. 1 2 3 4 നമ്മുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് എ എന്ന് പറയുന്ന നമ്പർ ആരാണ്? ഇതല്ലേ A1 എന്ന് പറയുന്നത്. ഇതിൻ്റെ സം എന്ന് ചോദിച്ചാൽ എന്ത് തന്നെയായിരിക്കും? സം ഓഫ് 1 നമ്പർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരിക്കുമല്ലോ. കണ്ടോ, A1 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സമ്മോ എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. ഓക്കെ, അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. സോ നമുക്കിനി ചെയ്യേണ്ട അതല്ല, നമ്മൾക്കിപ്പോൾ എന്താ നമ്മുടെ കൈകളിലുള്ളത് ഇത് മാത്രമാണ്. അത് SN ഈക്വൽ ടു 4n മൈനസ് n സ്ക്വയർ. സോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് ഫസ്റ്റ് ടേമിനെ കണ്ടെത്താം. ഓക്കെ, സോ ഞാനത് ഇവിടെ എടുത്ത് ഒന്നുകൂടി എഴുതുകയാണ് കേട്ടോ. SN ഈക്വൽ ടു എന്താ നമുക്ക് തന്നിട്ടുള്ള? 4n മൈനസ് 1 സ്ക്വയർ. സോ 4n മൈനസ് n സ്ക്വയർ എന്നാണ് തന്നിട്ടുള്ളത്. റൈറ്റ്? അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? n ഈക്വൽ ടു നമുക്ക് 1 എടുത്ത് നോക്കാം. മനസ്സിലായോ? ഈ എന്നിൻ്റെ സ്ഥാനത്ത് നമുക്കൊന്ന് 1 ഇട്ട് നോക്കാം. അപ്പോൾ n 1 ആണെങ്കിൽ നമ്മളിവിടെ എന്ത് കൊടുക്കും? 4 ഇൻറ്റു എന്നിൻ്റെ സ്ഥാനത്ത് എന്താണ്? 1 കൊടുക്കുക. മൈനസ് n സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് 1 സ്ക്വയർ. റൈറ്റ്? അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 4 ഇൻറ്റു 1 4, ദെൻ 1 ഇൻറ്റു 1 മൈനസ് 1 അല്ലേ. നമുക്ക് എത്രയാണ് കിട്ടിയത്? 3 കിട്ടി. ഇത് എന്താ നമുക്ക് കിട്ടിയത്? ഇപ്പോൾ കണ്ടെത്തിയേക്കുന്നത് നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ S1 എന്ന് എഴുതുക കേട്ടോ. കാരണം n എന്ന് പറയുന്നത് നമ്മൾ എടുത്തത് എന്താണ്? 1 ആയിട്ടാണ് എടുത്തത്. സോ ഇവിടെ SNന് പകരം നമുക്കിവിടെ S1 എന്ന് കൊടുത്തൂടെ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ എന്താ കിട്ടിയത്? സം ഓഫ് 1 നമ്പർ എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ നേരത്തെ ഞാൻ ഇവിടെ കാണിച്ചതുപോലെ തന്നെ ഇവിടെ എന്താ ഞാൻ പറഞ്ഞു തന്നത്? കുറച്ച് കണ്ടോ, ഇവിടെ ചെയ്തു തന്നില്ലേ? 1 2 3 4 എന്നെടുത്താൽ ഇത് തന്നെയാണ് ഫസ്റ്റ് ടേമും അതിൻ്റെ സം എന്ന് പറയുന്നതും ഈ 1 തന്നെയാണ്. സോ ലൈക്ക് ദാറ്റ് നമുക്കും എന്ത് കിട്ടി? സം ഓഫ് 1 ചെയ്തപ്പോൾ നമുക്ക് 3 ആണ്. അപ്പോൾ നമുക്കിതിനെ എന്തൊക്കെ പറയാം? സം ഓഫ് 1 നമ്പർ എന്ന് പറഞ്ഞാലും 3 തന്നെയാണ്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാലും വിച്ച് മീൻസ് വാട്ട്? A1 അല്ലെങ്കിൽ A എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. റൈറ്റ്? അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ആൻസർ നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ. നമ്മളോട് ഫസ്റ്റ് ടേം ചോദിച്ചിരുന്നു. അപ്പോൾ ഇത് മുകളിൽ ഞാൻ എടുത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. A അല്ലെങ്കിൽ S1 എന്ന് പറയാൻ നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? 3 ആണ് നമുക്ക്. ഇത് രണ്ടും സെയിം അല്ലേ. A എന്ന് പറഞ്ഞാലും S1 എന്ന് പറഞ്ഞാലും കറക്റ്റ് അല്ലേ? സെയിം നമ്പർ അല്ലേ. സോ വി ഗോട്ട് വാട്ട്? 3.
ഓക്കെ, സോ അതവിടെ വെച്ച് തീർന്നു. ഇനി നമ്മൾക്ക് എന്താ കണ്ടെത്തേണ്ടത്? നമുക്കിനി ഇപ്പം നമ്മൾ എന്നിന് 1 എന്നൊരു വാല്യൂ ആണ് നമ്മളിനി കൊടുക്കുക. നമുക്കിനി എന്നിന് എന്ത് കൊടുക്കാം? എന്നിന് 2 എന്നൊരു വാല്യൂ നമുക്കിവിടെ കൊടുക്കാം. കണ്ടോ, ആദ്യം n കൊടുത്തു, ഇനി എന്ത് കൊടുത്തു? 2. നമുക്ക് ഫസ്റ്റ് ടേം കാണുന്നതുകൊണ്ടാണ് നമ്മൾ 1 കൊടുത്തത് അല്ലേ. നമുക്കൊന്ന് സെക്കൻഡ് ടേമിൻ്റെയാണ് നമ്മൾ നോക്കാൻ പോണേ കേട്ടോ. സോ സം ഓഫ് 2 ടേംസ് ആണ് നമുക്കിനി കാണേണ്ടത്. കണ്ടോ, ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ S2 കാണാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, സോ സം ഓഫ് 2 ടേംസ്. സോ സം ഓഫ് 2 ടേംസ് എന്ന് പറഞ്ഞാൽ എന്നിന് നമ്മൾ എന്താ കൊടുത്തത്? 2 എന്നൊരു നമ്പർ കൊടുത്തു. സോ നമുക്കിവിടെ എഴുതാം SNന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? S2 എന്ന് കൊടുക്കാം. ദെൻ ഫോർ എന്നിന് പകരം നമുക്ക് എന്താ കൊടുക്കുക? 2 എന്ന് കൊടുക്കാം അല്ലേ. 4n - n² എന്നായിരുന്നു നമുക്ക് തന്നെ. സോ എന്നിൻ്റെ സ്ഥാനത്തൊക്കെ നമ്മൾ ആരെ കൊടുത്തു? 2നെ കൊടുത്തു. അപ്പോൾ നമ്മൾ സം ഓഫ് 2 ടേംസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെ എന്ത് കൊടുക്കാം? 2² കൊടുക്കാം, റൈറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 2s are what? 8 അല്ലേ. ദെൻ മൈനസ് 4 4s are 2 2s are 4. സോ വി ഗോട്ട് വാട്ട്? 4 കിട്ടി. മനസ്സിലായോ? അപ്പോൾ എന്താ ഇവിടെ നമുക്ക് കിട്ടിയത്? S2. സോറി, നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള എന്താണ്? S2 ആണ് കേട്ടോ. സോ S2 = 4. ഈ S2ൻ്റെ മീനിങ് എന്താ ആക്ച്വലി? S2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം മീനിങ്? അതായത് ഇതിവിടെ നോക്കിയാൽ ഇപ്പം ഞാനിവിടെ 1 2 3 4 എന്ന് വെറുതെ ഒരു AP എഴുതി വെച്ചിട്ടുണ്ട്. സോ സം ഓഫ് 2 ടേംസ് തന്നെ ഇത് രണ്ടും കൂടെ അല്ലേ ആഡ് ചെയ്യേണ്ടത്? കറക്റ്റ് അല്ലേ? അതായത് ആദ്യത്തെ 2 ടേംസ് തമ്മിൽ ആഡ് ചെയ്യുന്നതാണ് സം ഓഫ് 2 ടേംസ്. ആദ്യത്തെ 2 ടേംസ് എന്ന് പറയുമ്പോൾ അത് ആരൊക്കെയാണ്? ഇതിൽ കാണുന്നതിൽ ആരൊക്കെയാണെന്ന് നോക്കിയേ. ആദ്യത്തെ 2 ടേംസ് എന്ന് പറയുന്നത് ആരൊക്കെയായിരിക്കും? അതാ ഇവിടെ 1, അതായത് ഇത് രണ്ടും അല്ലേ, 2ഉം 1ഉം കൂടെ അല്ലെ, 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. 1 + 2 ആഡ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ സം. സോ ദിസ് ഈസ് എ സം ഓഫ് 2 ടേംസ്, റൈറ്റ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് സം ഓഫ് 2 ടേംസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് സെക്കൻഡ് ടേം നമുക്കിവിടെ അറിയുമോ? നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് സെക്കൻഡ് ടേം എന്താണെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ ഇവിടെ ഉണ്ട്. കണ്ടോ, A2 എന്താണെന്ന് നമുക്ക് കണ്ടെത്തണം. ഇപ്പോൾ S2 നമുക്ക് കിട്ടിയാൽ നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം. നമുക്ക് എന്താ കിട്ടിയത്? 4 കിട്ടി. ഇനി A2 എന്താണെന്ന് കാണണ്ടേ? ഇതിപ്പോൾ 2 ടേമുകൾ നമ്മൾ ആഡ് ചെയ്ത ഒരു നമ്പർ മാത്രമാണ് നമുക്ക് ഇവിടെ എന്തായിട്ട് കിട്ടിയിരിക്കുന്നത്? 4 എന്ന് കിട്ടിയത്. സോ നമുക്ക് ഫസ്റ്റ് ടേമിനെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തായിരിക്കും നമുക്കത് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്കത് ചെയ്യാം. ദേ ഇപ്പോൾ S2 മീൻസ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ S2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീൻസ് എന്താണ്? ഇതിൻ്റെ അർത്ഥം എന്താണ്? A1 + A2 അല്ലേ. ഇത് രണ്ടെണ്ണം ആഡ് ചെയ്താണ് നമുക്ക് കിട്ടിയത് 4 എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആരുണ്ട്? നമ്മൾ ഓൾറെഡി A1 കണ്ടെത്തിയതാ ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ, A1 S1 എന്താണെന്നാണ് പറഞ്ഞത്? സെയിം ആണെന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. സോ ആ A എടുത്ത് നമുക്കിവിടെ എഴുതാം, റൈറ്റ്. കണ്ടോ, ഇവിടെ എന്താ എഴുതാം? അപ്പോൾ 3 നമ്മുടെ കയ്യിലുണ്ട്. A2 ആണ് നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. A2 നമുക്ക് അറിയില്ല, ഇവിടെ നമുക്ക് 4 ഉണ്ട്, റൈറ്റ്. അപ്പോൾ A2 = 4 എഴുതുക. ഈ 3 ഇപ്പുറേക്ക് പോകുമ്പോൾ എന്തായി? -3 ആയി, റൈറ്റ്. സോ A2 = എത്ര വരും? നമുക്ക് 1 കിട്ടി. കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മുടെ A2 നമ്മൾ കണ്ടുപിടിച്ചു. എന്താ നമുക്ക് കിട്ടിയത്? 1 ആണ് നമുക്ക് കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ A2 എന്താന്ന്. സോ നമുക്ക് കിട്ടി അവിടെ 1 കിട്ടി. കണ്ടോ, ഇനി നമുക്ക് A3 ഒക്കെയാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്കത് ചെയ്യാം. എന്താ, അപ്പോൾ നമുക്കിനി A3 ആണ് കേട്ടോ. ഈ A3 എന്ന് പറഞ്ഞാൽ എന്താണ്? A+2D അല്ലേ A3. മുന്നത്തെ വീഡിയോ ഒക്കെ കാണുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ A3 എന്ന് പറഞ്ഞാൽ എന്താണ്? A+2D ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആരില്ല, നമുക്കിവിടെ ഡിഫറൻസ് ഇല്ല അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യണം? ഡിഫറൻസ് കണ്ടെത്തണം. ഡിഫറൻസ് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ 2 ടേംസ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. അതായത് നമ്മുടെ കയ്യിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയേ. സോറി, എന്താ, A ഉണ്ട്. A എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 3 ഉണ്ട് അല്ലേ. പിന്നെ A2ഉം ഉണ്ട് നമ്മുടെ കയ്യിൽ. A2 എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 1. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഓൾറെഡി കണ്ടെത്തി വെച്ചത് കൊണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡിഫറൻസ് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ D എന്ന് പറയുന്നത് എന്തായിരിക്കും? A2 - A1 ആണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല. സോ A2 മീൻസ് വാട്ട്? 1 ആണ്. A1 എന്ന് പറയുന്നത് ആരാണ്? 3 ആണ് അല്ലേ. സോ ഇതിൽ നിന്ന് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. വെറും 2 ആണോ കിട്ടുക? അല്ല അല്ലേ. 3യുടെ മുന്നിൽ ഇവിടെ ഒരാളിരുന്ന് നോക്കുന്നുണ്ട്. അത് ആരാണ്? ഒരു നെഗറ്റീവ് സൈൻ. സോ ആ നെഗറ്റീവ് സൈൻ ഇവിടേക്ക് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമുക്ക് ഡിഫറൻസ് കിട്ടിയല്ലോ. D = വാട്ട്? -2 ഇവിടെ നമുക്ക് കിട്ടി. ഇനി നമുക്കിവിടെ എന്ത് ചെയ്യാമെന്ന് നോക്കിക്കേ. ഇവിടെ Aയുടെ സ്ഥാനത്ത് ഈ Aയുടെ സ്ഥാനത്ത് എന്താ കൊടുക്കുക? 3 കൊടുക്കണം. ദെൻ 2D എന്നാണല്ലോ. സോ 2 × ഇത് -2. ഡിഫറൻസ് എന്താ കിട്ടിയത്? നമുക്ക് -2 ആയിരുന്നല്ലോ. അപ്പോൾ അത് ചെയ്യാൻ നേരത്ത് നമുക്ക് A3 = ഇവിടെയും A3 കേട്ടോ. A3 = 3 + -2 × 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? -4.
റൈറ്റ്. അപ്പം നമുക്കിനി ഒന്നും കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം കേട്ടോ. A3 = 3 - 4 ഇങ്ങനെ ഇട്ടാൽ പോരെ. അപ്പോൾ ഇവിടെയും നോക്കിയാൽ ഇതിന് സബ്ട്രാക്ട് ചെയ്താൽ 1 ആയിരിക്കും കിട്ടുക. പക്ഷേ വെറും 1 ആണോ? അല്ല, ഇവിടെയും ഉണ്ട് നെഗറ്റീവ് സൈൻ അല്ലേ. 4ൻ്റെ മുന്നിൽ ഗ്രേറ്റസ്റ്റ് നമ്പർ 4 ആണ്. സോ 4ൻ്റെ മുന്നിൽ മൈനസ് സൈൻ ഉണ്ട്. സോ വി ഗോട്ട് വാട്ട്? -1 കിട്ടി. അങ്ങനെ നമുക്ക് എന്തും കിട്ടി? A3യും നമ്മുടെ കൈകളിൽ കിട്ടി. ഓക്കെ. സോ A3യും നമ്മൾ കണ്ടുപിടിച്ചു എന്താണ്? -1. അപ്പോൾ ഇവിടെ നമുക്ക് ഈ A3യുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? -1 നമുക്കിവിടെ ഇട്ട് കൊടുക്കാം. റൈറ്റ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ചെയ്യാം. ഇനി നമ്മളോട് ഇനിയും കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇനി എന്തൊക്കെയാണ് നമുക്കിവിടെ കണ്ടെത്താനുള്ള? A10 കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ nth ടേം നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് A10 കാണാം. ഓക്കെ, ഇപ്പുറത്തെ പേജ് ചെയ്യട്ടെ. അങ്ങനെ A10 വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ. ഈ A10 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? A+9D എന്നല്ലേ A10 എന്ന് പറയേണ്ടത്. ഇതിൽ നിന്ന് ഒന്ന് കുറച്ച് എഴുതിയാൽ മാത്രം മതി അല്ലേ. ഇവിടെ നമുക്കുണ്ട്, ഇവിടെ എന്താ A എന്ന് പറയുന്നത് നമുക്കുണ്ട്. എത്രയാണ്? 3 ആണ്. D എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മുന്നേ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു? -2 ആയിരുന്നു. റൈറ്റ്. അപ്പം നമുക്കിനി എയുടെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കാം? 3 + 9 90 മീൻസ് എന്താ? -2 കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 3 + -18 ആണ് നമുക്കിവിടെ കിട്ടിയത് അല്ലേ. ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് എത്രയായിരിക്കും കിട്ടുക? 15 ആയിരിക്കും. പക്ഷേ 18ൻ്റെ മുന്നിൽ ആരുണ്ട്? മൈനസ് സൈൻ ഉണ്ട് അല്ലേ. മൈനസ് സൈൻ വരുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും? -15 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ എന്താ ഇപ്പോൾ കണ്ടെത്തിയത്? A10. നല്ല എളുപ്പമല്ലേ കണക്ക്. സോ എന്താണ്? 15 ആണ് നമുക്കിവിടെ A10 കിട്ടിയത്. ഇനി നമുക്ക് ഫൈനലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ടെക്സ്റ്റ് ബുക്കിൽ ഇനി നമുക്ക് nth ടേമാണ് കാണേണ്ടത്. ഇപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത പ്രകാരം നമ്മളെല്ലാം കണ്ടെത്തിയിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ഇതും കൂടി നമുക്ക് കണ്ടെത്താനുണ്ട്. കണ്ടോ? ആരാണത്? nth ടേം. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പ്രകാരം നമ്മൾ നോക്കിയേ എന്തൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളതെന്ന്. അതേ തേർഡ് ടേം കണ്ടെത്തി അല്ലേ. തേർഡ് കണ്ടെത്തി, 10th കണ്ടെത്തി, പിന്നെ എന്ത് കണ്ടെത്തി? സെക്കൻഡ് ടേം കണ്ടെത്തിയിട്ടുണ്ട്. സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് നമ്മൾ ആദ്യം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ടേം കണ്ടെത്തി. ഇനി ഫൈനലായിട്ട് നമുക്കിവിടെ ആരാ ഉള്ളത്? nth ടേം. സോ നമുക്കിനി nth ടേമും കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ടാസ്ക് കഴിഞ്ഞു. അപ്പോൾ അത് നമുക്ക് കാണാം. അങ്ങനെ nth ടേം. ഓക്കെ, an കേട്ടോ. അപ്പോൾ an അതിൻ്റെ ഫോർമുല എന്താണ്? A + n - 1 × D. അപ്പം നമുക്കത് ചെയ്യാം. 3 എഴുതി ഇവിടെ. +n - 1 നമുക്കറിയില്ല. സോ n - 1 അങ്ങനെ തന്നെ ഇടുക. ദെൻ D നമുക്കറിയാം എന്തായിരുന്നു? -2. നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തതാണല്ലേ. അപ്പോൾ എന്താണ്? ഇവിടെ 3 വന്നു. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് ശ്രദ്ധാപൂർവം ചെയ്യുക കേട്ടോ. -2 × n എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക? -2n. ദെൻ -1 × -2 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? +1. റൈറ്റ്. അപ്പം +2. 1 × 2 2. കറക്റ്റ് അല്ലേ. അപ്പോൾ അത് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നോക്ക്, ഇത് രണ്ടും കൂടി അല്ലേ. ഈ 3യും 2യും കൂടി നമുക്ക് ഫസ്റ്റ് ചെയ്യുക. അപ്പോൾ 3 + 2 എത്രയാണ്? 5 കിട്ടി. റൈറ്റ്. ബാക്കി നമ്മൾക്ക് എന്താ ഉള്ളത് ഇവിടെ? 2n. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ആൻസർ. an = 5 - 2n. കണ്ടോ? സോ ഇത്രയും ഇത്തിരി ലെങ്തിയാണ് സം, എന്നിരുന്നാലും വളരെ എളുപ്പമാണ്. സോ ചിന്തിച്ച് നന്നായിട്ട് ചെയ്താൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് കണ്ടെത്താനായിട്ട് സാധിക്കും ആൻസർ. ഓക്കെ ആണല്ലോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ? ഓക്കെ, താങ്ക് യു സോ മച്ച്.